തിങ്ങിക്കൂടുന്നത്. ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നു. AK ശശീന്ദ്രൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരവിറങ്ങിയിരിക്കുകയാണ്. വെടിവെക്കാനുള്ള ഉത്തരവ്, മീൻസ് മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി കൂടി ചേരുകയാണ്. സൂര്യഗായത്രി, നേരത്തെ മന്ത്രി പറഞ്ഞിരുന്നു മയക്കുവെടി വെക്കും എന്ന്. ഈ അഗ്രസീവായ ആനയെ, അക്രമകാരിയായ ആനയെ വെടിവെക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉത്തരവിറങ്ങിയോ? എന്തൊക്കെയാണ് മറ്റു നടപടികൾ? അജിംഷാദ്, ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ജയപ്രസാദ് IAFS ആണ് ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന്, നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ ആന കാട്ടിലേക്ക് പോകാതെ ഇപ്പോഴും ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ നിലയുറപ്പിച്ചിട്ടുള്ളതായും വാർത്താ റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. IAFS ഉദ്യോഗസ്ഥൻ ജയപ്രസാദ് ആണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്തായാലും ഒരാളുടെ മരണത്തിനിടയാക്കിയ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത്, വലിയ രീതിയിലുള്ള ജനരോക്ഷം കണക്കിലെടുത്ത് മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു. മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്ത് ഇറക്കുമെന്ന്. അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ ഇനി ഈ ആനയെ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി കണ്ടെത്തി അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അജിംഷാദ്. സൂര്യഗായത്രി, വളരെ സംഘർഷാവസ്ഥയാണ് വയനാട്ടിൽ തിങ്ങിക്കൂടിയിരിക്കുന്നത്. ജനം ആ മൃതദേഹം അടക്കാതെയാണ് കളക്ടറെ അടക്കം ബന്ദിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഈ വെടിവെക്കാനുള്ള ഉത്തരവ് അവിടേക്ക് എത്തുന്നു, ആ വാർത്തയായി എത്തുന്നത് ഒരുപക്ഷെ സംഘർഷത്തെ ലഘൂകരിച്ചേക്കാം. സൂര്യഗായത്രി. തീർച്ചയായും അജിംഷാദ്, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ മരിച്ചയാളുടെ മൃതദേഹവുമായി കൊണ്ട് നാട്ടുകാർ നടത്തുന്നത്. വലിയ രീതിയിലുള്ള ജനരോക്ഷമാണ് ഇപ്പോൾ നമുക്ക് മാനന്തവാടിയിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ജനങ്ങളുടെ ഈ ഒരു രോക്ഷത്തെ അടക്കുന്ന ഉത്തരവ് തന്നെ ആയിരിക്കണം ഇത്. ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്ത് ഇറക്കിയിരിക്കുന്നത്. ജനരോക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റേഡിയോ കോളർ ധരിപ്പിച്ച് വനത്തിൽ വിട്ടയച്ചിട്ടുള്ള ഒരു ആനയാണ് ഈ തിരിച്ചു വന്ന് ഒരാളുടെ മരണത്തിലേക്ക് പോലും നയിക്കുന്ന സാഹചര്യം ഇന്നിപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ആളുകൾക്ക് ഇടയിൽ ഇത്രയും വലിയ ഒരു രോക്ഷം, ഇത്രയും വലിയ ഒരു പ്രതിഷേധം ഇടയാക്കിയ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വനവകുപ്പിനടക്കം ഈ ഒരു കാര്യത്തിൽ കൃത്യമായ നിയമങ്ങൾ പാലിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവ് ഒരുപക്ഷെ ജനരോക്ഷത്തിനെ ഒന്ന് അടക്കുവാൻ, ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തെ, സമര പരിപാടിയെ ഒന്ന് അണയ്ക്കുവാൻ തക്കുന്ന ഉത്തരവ് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അജിംഷാദ്. തീർച്ചയായും ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ്. ഈ ഉത്തരവിനൊപ്പം എന്തൊക്കെയാണ് യോഗങ്ങളിൽ എത്തുന്ന തീരുമാനങ്ങളെന്ന് കൂടി അനൗദ്യോഗികമായി അറിയാനാകുന്നുണ്ടോ? അതായത് ഈ മയക്കുവെടി വെക്കുക, അതിനുശേഷം കർണാടകയിലെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോയി തുറന്നു വിടുക, ഇതായിരിക്കും ഒരുപക്ഷെ ഇപ്പോഴത്തെ തീരുമാനം, അല്ലേ സൂര്യഗായത്രി? അജിംഷാദ്, കണ്ണൂർ നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ മേൽ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം ഈ കാട്ടാനയെ പിടികൂടേണ്ടത് എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഈ കാട്ടാനയെ സുരക്ഷിതമായി കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട്ടിലേക്ക് തിരികെ ഡ്രൈവ് ചെയ്യുവാനും, ഇൻ കേസ് ഈ ഒരു വിജയിച്ചില്ലെങ്കിൽ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുമാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. അധിക സമ്മർദ്ദം നൽകാതെ എത്രയും വേഗം അതിനെ ആരോഗ്യ നിരീക്ഷണത്തിന് മുത്തങ്ങ ആന ക്യാമ്പിലേക്ക് മാറ്റിയതിനു ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടണം എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത്. അജിംഷാ. തീർച്ചയായും സൂര്യഗായത്രിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും നാം വയനാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഉത്തരവിൻ്റെ പകർപ്പ് കൂടിയാണ് കേരള വിഷൻ ഇപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വൈൽഡ് ലൈഫ് ആൻഡ് ചീഫ് വൈൽഡ് വാർഡൻ കേരള നടപടി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. വിജയപ്രസാദ് IAFS ആണ്. വിഷയം കേരള വനം വകുപ്പ്. അതാണ്ട് നോക്കൂ, ഉത്തരവിൻ്റെ കോപ്പിയാണ്, പകർപ്പാണ് ഇപ്പോൾ നാം കാണുന്നത്. നോർത്ത് വയനാട് ഡിവിഷനിലെ ബംഗളൂർ റേഞ്ചിലെ പടമല ഭാഗത്ത് അജീഷ് എന്ന സ്ഥലവാസിയുടെ മരണത്തിനിടയാക്കുകയും ചെയ്ത ആനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഉത്തരവ്, സർക്കാർ ഉത്തരവ് ആണ് ഇപ്പോൾ നാം കാണുന്നത്. നോർത്ത് വയനാട് ഡിവിഷനിലെ ബംഗളൂരു റേഞ്ചിലെ പടമല ഭാഗത്ത് അജീഷ് എന്ന സ്ഥലവാസിയുടെ മരണത്തിനിടയാക്കിയ മേപ്പടി ആനയെ കാട്ടിൽ പോകാതെ ഇപ്പോഴും ജനവാസ മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് തുടരുന്നു.
ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വനം, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ തടയുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകുന്നു. പ്രസ്തുത മേഖലയിൽ 4 വാർഡുകളിൽ സബ് കളക്ടർ 144 പ്രഖ്യാപിച്ചുവെങ്കിലും ജനങ്ങളെ നിയന്ത്രിക്കാനാകാത്ത ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയാണ് ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവ് പ്രകാരമാണ്, അതായത് മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് കൂടിയാണ് ഇപ്പോൾ നാം കാണുന്നത്. എന്തായിരുന്നാലും ഈ പ്രതിഷേധങ്ങളൊക്കെ വലിയ അർത്ഥത്തിൽ വില കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ അർത്ഥത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 10/2/2024 തീയതിയിൽ ഇറക്കിയിരിക്കുന്ന ഉത്തരവിൻ്റെ പകർപ്പാണ് ഇപ്പോൾ നാം കാണുന്നത്. വയനാട്ടിലേക്ക് തന്നെ പോയാൽ ഷിബു ഉണ്ടോ? ഷിബു, വയനാട്ടിലെ ജനം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു, വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. ഒരാളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യം ഈ ആഴ്ചയിൽ തന്നെ നിരവധി തവണയായി ഇത്തരത്തിൽ കടുവകളുടെയും കാട്ടാനകളുടെയും ആക്രമണം ആ ജനതയ്ക്ക് മേൽ, കർഷകർക്ക് മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തൊട്ടു മുമ്പ് കഴിഞ്ഞ ആഴ്ച തണ്ണീർക്കൊമ്പൻ എന്ന ആനയും അവിടെ ഭീഷണികൾ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി. അതും റേഡിയോ കോളർ ധരിപ്പിച്ച ആനയായിരുന്നു. പിന്നീട് ഇപ്പോഴിതാ ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് മറ്റൊരു മോഴയാന കൂടി അവിടെ ഭീഷണി ഉയർത്തുന്നത്. ആ ആനയും റേഡിയോ കോളർ ധരിച്ച ആനയാണ്. എന്നിട്ടും ഒരാളുടെ ജീവൻ കവരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെ? ഈ ചോദ്യമാണ് അവിടുത്തെ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. അടിയന്തരമായ സഹായം, അടിയന്തരമായ ഇടപെടൽ, അടിയന്തരമായി ഈ വന്യമൃഗ ആക്രമണങ്ങളെ ജനങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യമുയർത്തിയാണ് തെരുവീഥികളിൽ വയനാട് ജനത ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, മരിച്ച അജിയുടെ മൃതദേഹം അടക്കാതെ ആ മൃതദേഹവും വഹിച്ചുകൊണ്ടാണ് പ്രതിഷേധം എന്നുള്ളതാണ്. ജില്ലാ കളക്ടറുടെയും മറ്റ് ചർച്ചകൾ, ജനപ്രതിനിധികളുമായി നടക്കുന്ന ചർച്ചകൾ നടക്കുന്ന ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് ഉരുണ്ടുകൂടിയത്. തൊട്ട് മുമ്പ് കളക്ടറെയും കമ്മീഷണറെയും ഒക്കെ, സൂപ്രണ്ട് ഓഫ് പോലീസിനെയും ഒക്കെ തടയുന്ന തരത്തിൽ, ബന്ദിയാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു ജനങ്ങൾ അവലംബിച്ചത്. ഞങ്ങൾക്ക് ജീവിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത്, ഇനി മുമ്പോട്ട് പോകാനാകില്ല എന്ന അവരുടെ പ്രതിഷേധം, ഒരുപക്ഷേ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും പുതിയ വശം എന്നത് പോലീസിനെതിരായി, ഗോ ബാക്ക് പോലീസിനെതിരായി വിളിച്ചുകൊണ്ടാണ് പ്രതിഷേധം. അതിൻ്റെ അർത്ഥം സംഘർഷാവസ്ഥ അതിൻ്റെ പാരമ്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം പോലീസ് ഗോ ബാക്ക് കൂടി വിളിച്ച് സംഘർഷത്തിലേക്ക് ജനങ്ങൾ നീങ്ങുകയാണ്. വയനാട്ടിൽ വലിയ സംഘർഷാവസ്ഥയുടെ സാഹചര്യം.